നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്ക് തുടർ ചികിത്സയ്ക്ക് പണം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഭീമമായിട്ടുള്ള തുക നമ്മളുടെ കയ്യിൽ നിന്നും ചിലവഴിച്ച വ്യക്തികളുണ്ട്. അങ്ങനെ നമ്മളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ തന്നെ പരിതാപകരമായിട്ടിരിക്കുന്ന സാഹചര്യം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ KC ഫൗണ്ടേഷൻ നൽകുന്ന ചികിത്സാ ധനസഹായ പദ്ധതിയുണ്ട്. KC ഫൗണ്ടേഷൻ, കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ രൂപീകരിച്ച് നടപ്പിലാക്കുന്ന ചികിത്സാ സഹായം, അത് സാമ്പത്തിക സഹായമാണ്. രോഗിയുടെയോ അല്ലെങ്കിൽ അപേക്ഷകൻ്റെയോ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചികിത്സാ ധനസഹായം കൈമാറുന്നു, അല്ലെങ്കിൽ ചിലവായ തുക കൈമാറുന്നു. അതിനാനുപാതികമായിട്ടോ അല്ലെങ്കിൽ ഫൗണ്ടേഷന് ഉചിതമെന്ന് തോന്നുന്ന ഒരു തുകയായിരിക്കും കൈമാറുക. എല്ലാ അപേക്ഷയും പരിഗണിക്കപ്പെടണമെന്നില്ല. ഫൗണ്ടേഷൻ്റെ വ്യവസ്ഥകളെല്ലാം കൃത്യമായിട്ട് പാലിച്ച് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന അപേക്ഷകളെല്ലാം പരിഗണിക്കുകയും അതും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ, APL എന്നോ BPL എന്നോ അങ്ങനെയുള്ള വ്യത്യാസമില്ലാതെ സാമ്പത്തികം കുറഞ്ഞവർക്കൊക്കെ മുൻഗണന നൽകി, അതോടൊപ്പം തന്നെ രോഗ തീവ്രത കണക്കിലെടുത്ത്, അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയയ്ക്ക് ചിലവായ തുക കണക്കിലെടുത്ത്, അല്ലെങ്കിൽ ഇനി ചിലവാകാൻ പോകുന്ന തുകയെല്ലാം കണക്കിലെടുത്താണ് ഇവിടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളൊന്നുമല്ല. ഇതൊരു ഫൗണ്ടേഷൻ നമുക്ക് നൽകുന്ന, അതായത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ചികിത്സാ സാമ്പത്തിക സഹായമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഇത് അർഹതയുള്ള വ്യക്തികളിലേക്ക് ഈ അറിയിപ്പ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കൂടി വേണം. KC ഫൗണ്ടേഷൻ ഇതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടിയാണ് ഈ ചികിത്സാ ധനസഹായ പദ്ധതി. പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ നമ്മളുടെ എല്ലാ രേഖകളും അപേക്ഷയോടൊപ്പം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അപേക്ഷയുടെ മാതൃക, അതോടൊപ്പം തന്നെ അപേക്ഷയെ സംബന്ധിച്ച എല്ലാ വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഡോക്യുമെൻറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യം. അതുകൊണ്ട് തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററിലോ എത്തിച്ചേർന്ന ഈ അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അപേക്ഷയോടൊപ്പം വ്യക്തിയുടെ ഫോട്ടോ, അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ രേഖകൾ, അതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഇനി നമ്മളുടെ ഒരു അപേക്ഷ ചികിത്സാ സഹായമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ അവസ്ഥകൾ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒരു അപേക്ഷ ഉണ്ടാവണം. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരി നൽകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ വാർഡ് മെമ്പർ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ കൗൺസിലറൊക്കെ നൽകുന്ന ഒരു സാക്ഷ്യപത്രം, അത് കൃത്യമായിട്ട് ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ വിവിധ സർട്ടിഫിക്കറ്റുകൾ, തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള തുകയും മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇതോടൊപ്പം തന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് രേഖകളെല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഇനി നമ്മളുടെ റേഷൻ കാർഡ് പോലുള്ള മറ്റു രേഖകളും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടി, സമർപ്പിച്ച് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് അറിയിച്ചിരിക്കും. അങ്ങോട്ട് നമ്മൾ വിളിച്ച് എപ്പോഴും ഇതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ അന്വേഷിക്കുന്ന ഒരു സംവിധാനം ഇവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ വിവരങ്ങൾ അറിയിക്കും, അല്ലാത്ത അപേക്ഷകളൊക്കെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.